ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിൽ അന്തിമ ഉത്തരവ് ഇന്നുണ്ടായേക്കും. റിയാദിലെ ക്രിമിനൽ കോടതി കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. ജയിൽ മോചന വാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ് അബ്ദുറഹീമിന്റെ കുടുംബം. 18 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് കഴിഞ്ഞ നവംബർ 17-നാണ് കോടതി അവസാനമായി പരിഗണിച്ചത്. അന്ന് ഉത്തരവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും റിയാദിലെ ക്രിമിനൽ കോടതി കേസ് ഇന്ന് പരിഗണിക്കാനായി മാറ്റിവെക്കുകയായിരുന്നു. ജൂലൈ 2-ന് വധശിക്ഷ റദ്ദാക്കിയെങ്കിലും പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാക്കാത്തതിനാലാണ് ജയിൽ മോചനം നീണ്ടുപോയത്. പ്രോസിക്യൂഷൻ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ കണ്ടെത്തലുകളാണ് അവസാനം കേസ് പരിഗണിച്ചപ്പോൾ റഹീമിന് തിരിച്ചടിയായത്. 2006-ലാണ് റഹീം സൗദിയിലെത്തിയത്. ജോലിക്കെത്തി 1 മാസം തികയും മുൻപ് സ്പോൺസറായ സൗദി പൗരന്റെ മകൻ മരിച്ച കേസിലാണ് ജയിലിൽ അടക്കപ്പെട്ടത്. മരിച്ചയാളുടെ കുടുംബം ആവശ്യപ്പെട്ട ദിയാധനം നൽകിയതിനെ തുടർന്നാണ് പിന്നീട് വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയത്. 18 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് മാതാവ് ഫാത്തിമ കഴിഞ്ഞ മാസം റഹീമിനെ ജയിലിലെത്തി കണ്ടിരുന്നു. നാളെ മോചനത്തിനുള്ള ഉത്തരവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് റഹീമിന്റെ ഉമ്മ ഫാത്തിമയും മറ്റു ബന്ധുക്കളും. മോചന ഉത്തരവുണ്ടായാലും മേൽക്കോടതിയും ഗവർണറേറ്റും ഇത് അംഗീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമാകും ജയിൽ മോചനം സാധ്യമാകുക. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ത്രിദിന കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. 16-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് ബനഗാരിയുടെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘമാണ് കേരള സന്ദർശനത്തിനെത്തുന്നത്. കമ്മീഷൻ മുമ്പാകെ കേരളത്തിന്റെ ആവശ്യങ്ങൾ മുൻകൂട്ടി അവതരിപ്പിക്കാനുള്ള നടപടികൾ സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തിയതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. 16-ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി സംസ്ഥാനങ്ങളിലേക്കുള്ള പഠനയാത്രകളുടെ ഭാഗമായാണ് കമ്മീഷൻ അംഗങ്ങളുടെ 3 ദിവസത്തെ കേരള സന്ദർശനം. വൈകുന്നേരം കുമരകത്തെത്തുന്ന സംഘം നാളെ രാവിലെ തിരുവാർപ്പ്, ഐമനം പഞ്ചായത്ത് പ്രദേശങ്ങൾ സന്ദർശിക്കും. തുടർന്ന് കോവളത്തെത്തുന്ന കമ്മീഷൻ അംഗങ്ങൾ ചൊവ്വാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മന്ത്രിസഭാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ കെ.എൻ. ഹരിലാൽ, വ്യാപാര വ്യവസായ പ്രതിനിധികൾ എന്നിവരുമായും ചർച്ച നടത്തും. 5 വർഷ കാലയളവിൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ഭരണഘടനാപരമായ സാമ്പത്തിക പിന്തുണ സംബന്ധിച്ച തീർപ്പുകൾ നിശ്ചയിക്കുകയാണ് ധനകാര്യ കമ്മീഷന്റെ ചുമതല. 2026 ഏപ്രിൽ 1 മുതലാണ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമുള്ള ധനവിഹിതങ്ങൾ സംസ്ഥാനത്തിന് ലഭ്യമായി തുടങ്ങുക. കേന്ദ്രത്തിന് ലഭിക്കുന്ന നികുതി വരുമാനത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം 50% ഉയർത്തണമെന്നാണ് കേരളത്തിന്റെ നിലപാട്. നിലവിൽ 41% സംസ്ഥാനത്തിന് ലഭിക്കുന്ന വിഹിതം. ഇതിനു പുറമെ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തോട് കേന്ദ്രം അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കണമെന്നും കേന്ദ്ര ധനകാര്യ കമ്മീഷന് സമർപ്പിക്കുന്ന മെമ്മോറാണ്ടത്തിൽ പരാമർശമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.